ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ SIT കോടതിയിൽ തിങ്കളാഴ്ച അന്വേഷണ സംഘം അപേക്ഷ നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് SITയുടെ നീക്കം. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളുകൾ കൈമാറുന്നതെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെന്നാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ക്ഷേത്രത്തിന്റെ ആചാരകാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് തടഞ്ഞില്ലെന്നും SIT പറഞ്ഞിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്നും തന്ത്രിക്കറിയാം. ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ തന്ത്രിസ്ഥാനം വഹിച്ച കണ്ഠരര് രാജീവർക്ക് പാളികളിലും സ്വർണം പതിച്ചതാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വിട്ടുനൽകിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടോ എന്നത് SIT പരിശോധിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. അതിനിടെയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. BP-യിൽ മാറ്റമുണ്ടായതിനാൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. തന്ത്രിക്ക് പിന്നാലെ ഇനി അന്വേഷണം നീളുന്നത് ആരിലേക്കെന്നും ആകാംക്ഷയുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും BJP-യും. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാമെന്ന് കരുതേണ്ടെന്നും സ്വർണം കടത്തിയത് മന്ത്രിയും തലപ്പത്തുള്ളവരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നും K മുരളീധരൻ. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയമുണ്ട് എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ പ്രതികരണം. അതേസമയം അന്വേഷണം ശരിയായ നിലയിലാണ് എന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രിയെ ലക്ഷ്യമിടുകയാണ് കോൺഗ്രസ്. ജയിലിൽ കിടക്കുന്ന CPIM-ന്റെ 3 നേതാക്കളും തന്ത്രിയും മാത്രമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4-5 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിമാർ അടക്കമുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല. ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അയ്യപ്പന്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. എന്നാൽ അന്വേഷണം ശരിയായ നിലയിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. SITക്ക് മുന്നിൽ ഒരു സമ്മർദ്ദവും ഇല്ലെന്ന് കോടതി വ്യക്തമാക്കിയെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. അന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു സമ്മർദ്ദവും SITക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. തന്ത്രി തന്റെ നാട്ടുകാരനും വേണ്ടപ്പെട്ടയാളുമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. എന്റെ നാട്ടുകാരനാണെന്നുള്ള കാര്യം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്നുള്ള കാര്യം വസ്തുതാപരമായി ശരിയാണ്. തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ ചോദ്യം. കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പിന്നിൽ ശബരിമല കൊള്ളയുടെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്. CPM കോൺഗ്രസ് കുറുവ സംഘം ആണ് ഈ കൊള്ളയുടെ പിന്നിൽ. അപ്പോൾ ഇതിന്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. അറസ്റ്റിന് പിന്നാലെ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വസതിയിൽ BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാരഡി പാടിയതിന്റെ ആവേശം തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം കോൺഗ്രസിന് നഷ്ടപ്പെട്ടെന്ന് മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. വിവാദ പരാമർശത്തിൽ മാപ്പ് പറയില്ലെന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. തന്നെ ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമമെന്നും AK ബാലൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമായിരുന്നു AK ബാലന്റെ പ്രസ്താവന. ഇത് വിവാദമായതിന് പിന്നാലെയാണ് ബാലനെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചത്. എന്നാൽ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയാൻ മനസ്സില്ലെന്നും ജയിലിൽ പോകണമെന്നാണ് വിധിയെങ്കിൽ ജയിലിൽ പോകുമെന്നുമായിരുന്നു AK ബാലന്റെ പ്രതികരണം. അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ജയിലിൽ പോകും. ഏത് പാർട്ടിയും അധികാരത്തിൽ വരുന്നത് വർഗീയ കക്ഷിയുടെ സഹായത്തോടെയാണെങ്കിൽ ആ കക്ഷി ഭരണത്തെ സ്വാധീനിക്കും. അത് മതസൗഹാർദ്ദത്തെ ബാധിക്കും.
LDF അധികാരത്തിൽ വന്നാലേ മതസൗഹാർദ്ദം നിലനിൽക്കുകയുള്ളൂ എന്നായിരുന്നു തന്റെ വാദമെന്നും AK ബാലൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിൽ മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ പരാമർശത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. ഖുറാൻ മലയാള പരിഭാഷയുമായാണ് AK ബാലൻ പത്രസമ്മേളനത്തിനെത്തിയത്. ന്യൂസ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല. പക്ഷേ തന്ത്രിയിൽ ചാരി മന്ത്രി രക്ഷപ്പെട്ടു പോകുന്നുള്ള കാര്യം സംശയം സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടും SIT ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് നിർഭയമായിട്ടുള്ള അന്വേഷണവുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. അല്ല, അത് പോലീസിന്റെ മുന്നിലിരിക്കുന്ന ഒരു കേസായതുകൊണ്ടും കോടതി നിരീക്ഷണം ഉള്ളതുകൊണ്ടും ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അന്വേഷണം എന്ന് പറയുന്നത് ആരെയെങ്കിലും ബലിയാടാക്കി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനാകരുത് എന്നുള്ളത് SIT ഉറപ്പുവരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ല, അത് BJPക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർക്ക് അതിൻ്റെ കുറ്റബോധം ഉള്ളതുകൊണ്ടാണ്. ഇതുവരെ അക്കാര്യത്തിലൊന്നും അവർ മിണ്ടിയിട്ടില്ലല്ലോ. ശബരിമല സ്വർണ്ണക്കേസിൽ അവർ വളരെ മൗനമായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട്. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നു ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ചവരാരായാലും ആ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ വിശുദ്ധതയെ തകർക്കാൻ ശ്രമിച്ചവരാരായാലും അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. അതനുസരിച്ച് ആരും ഒഴിയരുത്. ഞങ്ങളെല്ലാം ആദ്യമേ ഞങ്ങൾ പറഞ്ഞത് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. SITയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. KC വേണുഗോപാൽ പ്രതികരിക്കായിരുന്നു. നേരത്തെ K മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെയാണ് KC വേണുഗോപാലും പറയുന്നത്. തന്ത്രിയെ ചാരി മന്ത്രി രക്ഷപ്പെടരുത് എന്ന രാഷ്ട്രീയ പരാമർശമാണ് അദ്ദേഹവും നടത്തുന്നത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. തന്ത്രിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടേഴ്സ് തീരുമാനിച്ചു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ BP-യിൽ വേരിയേഷൻ ഉണ്ട്. മെഡിക്കൽ കോളേജിലെ നിരീക്ഷണത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ജനറൽ ആശുപത്രിയിലെ പരിശോധന പൂർത്തിയായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിശദമായ പരിശോധന വേണ്ടി വരുമോ? വിജയകുമാർ, അല്പസമയം മുൻപാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് തന്ത്രി കണ്ഠരര് രാജീവരെ ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് എത്തിച്ചത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനറൽ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ BP അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു, ECG പരിശോധിച്ചിരുന്നു, രക്തപരിശോധനയും നടത്തിയിരുന്നു. ഈ രക്തപരിശോധനയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നീക്കം. മെഡിക്കൽ കോളേജിലെ പ്രത്യേക നിരീക്ഷണത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ജുഡീഷ്യൽ റിമാൻഡ് ആണെങ്കിൽ കൂടി ജയിലിൽ നിന്ന് കൊണ്ടുപോകുന്ന പ്രതികളെ മെഡിക്കൽ കോളേജിലേക്ക് അവരുടെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റി ചികിത്സ ഉറപ്പാക്കുന്നതാണ് രീതി. ആ രീതിയിലേക്ക് തന്ത്രി കണ്ഠരര് രാജീവരെ മാറ്റാൻ നിലവിൽ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ജയിലധികൃതരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിജയകുമാർ, രക്തപരിശോധനയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തന്ത്രിയെ മാറ്റണമെന്ന് ജനറൽ ആശുപത്രിയിലെ അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലെ നിരീക്ഷണത്തിലേക്ക് മാറ്റും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് CPM നേതാവ് EP ജയരാജൻ. സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചാൽ വിജയസാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ കഴമ്പില്ല എന്ന EP തുറന്നടിച്ചു. അടുത്ത പുസ്തകം എഴുതി തുടങ്ങിയെന്നും 24 ആൻസർ പ്ലീസിൽ EP ജയരാജൻ പറഞ്ഞു. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് അനുവദിച്ച അഭിമുഖം ഇന്ന് വൈകിട്ട് 3:30 കാണാം. EP വീണ്ടും ആത്മകഥ എഴുതുകയാണ്. 24ന്റെ ആൻസർ പ്ലീസിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ വെളിപ്പെടുത്തൽ. രണ്ടാമത്തെ ആത്മകഥ എഴുതി തുടങ്ങിക്കഴിഞ്ഞു. അറിയപ്പെടാത്ത പലതും അതിലുണ്ടാകും. ഒന്നാമത്തെ ആത്മകഥ പോലെ ആകില്ലെന്നും EP ജയരാജൻ തുറന്നു പറഞ്ഞു. അടുത്ത പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികം താമസിയാതെ പ്രസിദ്ധീകരിക്കും. അത് ഈ പുസ്തകം പോലെ ആയിരിക്കില്ല. അതിൽ പറയാത്ത പലതും ഉണ്ടാവും. നിങ്ങൾക്കറിയപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതൊരു ഏത് രീതിയിലായിരിക്കും? അതിൻ്റെ ഒരു സൂചനകൾ നല്ല രീതിയിൽ തന്നെയായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പറയുന്ന EP സിറ്റിംഗ് MLA-മാർ വിജയസാധ്യത കണക്കിലെടുത്ത് വീണ്ടും മത്സരിക്കണമെന്ന ചർച്ചയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. സിറ്റിംഗ് MLA-മാരെ തോൽപ്പിച്ച ചരിത്രം കേരളത്തിലില്ലേ? പരിചയസമ്പന്നത എന്നത് കഴമ്പില്ലാത്ത ചർച്ചയാണെന്നും
EP ജയരാജൻ പറഞ്ഞു. ഒരാൾ തന്നെ സ്ഥിരം എത്ര കാലം നിങ്ങളിവിടെ ഇരിക്കുന്നത്, ഇനി ഇങ്ങോട്ട് വരണം, തോൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വലിയ കഴമ്പുള്ളതല്ല അത്. കാരണം ഇതൊക്കെ വെറും വ്യാഖ്യാനങ്ങളാണ്. MV ഗോവിന്ദൻ മാസ്റ്ററുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാർട്ടിയിൽ സംതൃപ്തനാണോ? അങ്ങനെ ഇതുവരെ പറയാത്ത പലതും EP തുറന്നു പറയുകയാണ് 24ന്റെ ആൻസർ പ്ലീസിൽ. ക്യാമറമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. കാസർഗോഡ് തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ നേതൃത്വം KPCCക്ക് കത്ത് നൽകി. അതിനിടെ തൃക്കരിപ്പൂർ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് MB ജോസഫ് 24നോട് പറഞ്ഞു. കോൺഗ്രസ് മത്സരിച്ചിരുന്ന തൃക്കരിപ്പൂർ സീറ്റ് 2021 കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ MP ജോസഫ് 20,000-ലധികം വോട്ടുകൾക്ക് CPIM നേതാവ് M രാജഗോപാലനോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെസ്റ്റ് എളേരി പഞ്ചായത്തിൽ പരാജയപ്പെട്ടത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കാലുവാരിയതുകൊണ്ടാണെന്ന വിമർശനവുമുണ്ട്. ഇതോടെയാണ് മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന ആവശ്യം ശക്തമായത്. സീറ്റ് വിട്ടു നൽകില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ് പ്രഖ്യാപിച്ചതോടെ തർക്കം രൂക്ഷമായി. കോൺഗ്രസ് പ്രവർത്തകർ നീലേശ്വരം നഗരത്തിൽ കേരള കോൺഗ്രസിനെതിരെ പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തു. ഇതിനിടെ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നറിയിച്ച് MP ജോസഫ് രംഗത്തെത്തി. ഞാൻ തൃക്കരിപ്പൂരിൽ മത്സരിക്കാനില്ല. അവിടെ മധ്യ കേരളത്തിലെ വോട്ടർമാർക്ക് കാസർഗോഡും കണ്ണൂർ ജില്ലയിലെ പറ്റി പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ കാണുന്ന മാർക്സിസ്റ്റ് പാർട്ടി അല്ല അവിടെ. സീറ്റ് ഏറ്റെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കാസർഗോഡ് DCC KPCCക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ അനിവാര്യമാണെന്നാണ് DCC നേതൃത്വത്തിന്റെ നിലപാട്. സീറ്റ് ഏറ്റെടുത്താൽ DCC പ്രസിഡന്റ് PK ഫൈസൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ്, KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ എന്നിവരിൽ ഒരാൾ സ്ഥാനാർത്ഥിയായേക്കും. 24 കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥയിൽ കൂടുതൽ പേർക്ക് ഇളവ് നൽകാൻ മുസ്ലിം ലീഗ്. MK മുനീർ സന്നദ്ധനാണെങ്കിൽ കോഴിക്കോട് സൗത്ത് സീറ്റ് നൽകും. 5 സിറ്റിംഗ് MLA-മാർ ഇത്തവണ മത്സരിച്ചേക്കില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് 24നോട് പറഞ്ഞു. 15 വർഷമോ അതിൽ കൂടുതലോ MLA ആയിരുന്നവർ മാറട്ടെ എന്ന കർശന നിർദ്ദേശം ലീഗ് നടപ്പാക്കിയാൽ KPA മജീദ്, മഞ്ഞളാംകുഴി അലി, P ഉബൈദുള്ള, NA നെല്ലിക്കുന്ന്, PK ബഷീർ എന്നിവരാണ് വഴിമാറിക്കൊടുക്കേണ്ടി വരിക. ഇതിൽ ഇളവ് ലഭിക്കുകയാണെങ്കിൽ തന്നെ മഞ്ഞളാംകുഴി അലിക്കും PK ബഷീറിനും മാത്രമാണ് സാധ്യത. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമും ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. പാർട്ടി ഇളവനുവദിക്കുന്ന MK മുനീറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ തീരുമാനമെടുക്കാം. മുനീർ സന്നദ്ധനെങ്കിൽ കോഴിക്കോട് സൗത്തിൽ മത്സരിക്കാം. മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് N ഷംസുദ്ദീന് ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്തവണ വനിതാ ലീഗിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ്. പാർട്ടി നേതൃത്വമാണല്ലോ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അത് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടങ്ങുന്ന മുസ്ലിം ലീഗ് നേതൃത്വം അവരാലോചിച്ച് പരിഗണിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയമാണ് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. ടേം വ്യവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിജയ സാധ്യതയാണ് ഓരോ മണ്ഡലത്തിലെയും പരിഗണനാ വിഷയങ്ങളെന്ന് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില മണ്ഡലങ്ങളിൽ തൽസ്ഥിതി തുടരാൻ പാർട്ടി നിർബന്ധിതമാകും. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് വയനാട് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് OR രഘു. പാർട്ടി അവഗണിക്കുകയാണെന്നും IC ബാലകൃഷ്ണൻ MLA ആണ് തനിക്കെതിരെ ചരട് വലിക്കുന്നതെന്നും രഘു ആരോപിച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ച രഘു പരാജയപ്പെട്ടിരുന്നു. വയനാട് ജില്ലാ പഞ്ചായത്ത് മുള്ളൻകൊല്ലി ഡിവിഷൻ ST സീറ്റായിരുന്നു. ഇവിടെ പ്രഥമ പരിഗണന നൽകേണ്ട ആളായിരുന്നു DCC ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് OR രഘു. സീറ്റ് നൽകിയില്ല. അവസാന ഘട്ടത്തിൽ പരിഗണിച്ചത് പനമരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. 1180 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊന്നും പാർട്ടിക്കാർ സഹായിച്ചില്ലെന്ന് രഘു ആരോപിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പരിഗണിച്ചില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയില്ല. കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടതോടെയാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. പനമരം പഞ്ചായത്തിൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എനിക്കായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നു. അത് 2 പേർ, വർഗീസ് മുരിയങ്കാവനും ദിലീപ് കുമാറും 2 വർഷം പങ്കിട്ടെടുത്തു. ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ബലിയാടായ ഒരാളാണ്. കുറേ കാലം IC ബാലകൃഷ്ണൻ എന്ന വ്യക്തി എന്നെ ഒരു 15 വർഷമായി
എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. രഘുവിന്റെ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് DCC പ്രസിഡന്റ് TJ ഐസക്. 10 കൊല്ലമായി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ആളുകൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ അവരുടെ സ്ഥാനങ്ങൾ നോക്കും, അവരുടെ സാഹചര്യങ്ങളൊക്കെ നോക്കും. രഘുവിനെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവൻ സ്വാഭാവികമായിട്ടും OR രഘുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും കൊടുത്തിട്ടുണ്ട്. രഘു ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് IC ബാലകൃഷ്ണൻ MLA വ്യക്തമാക്കി. 24 വയനാട്. ദേവികുളം മുൻ MLA-യും CPM നേതാവുമായ S രാജേന്ദ്രൻ BJP-യിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തിയെന്ന് S രാജേന്ദ്രൻ 24-നോട് സ്ഥിരീകരിച്ചു. ദേവികുളത്ത് മത്സരിക്കില്ല എന്ന് രാജേന്ദ്രൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറുമായി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു S രാജേന്ദ്രന്റെ BJP പ്രവേശന ചർച്ച. നേരത്തെ ഡൽഹിയിലെത്തി പ്രകാശ് ജാവദേക്കറുമായും ചർച്ച നടത്തിയിരുന്നു. BJP-യിൽ ചേരുന്നതിൽ വ്യക്തി താല്പര്യമില്ലെന്നും പ്രത്യേക നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല, ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്, സംസാരിച്ചിട്ടുണ്ട്. BJP നേതാക്കൾ പങ്കെടുത്ത് മൂന്നാറിൽ നടക്കുന്ന യോഗത്തിൽ രാജേന്ദ്രൻ BJP അംഗത്വം സ്വീകരിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ LDF സ്ഥാനാർത്ഥി A രാജയെ തോൽപ്പിക്കാൻ രാജേന്ദ്രൻ ശ്രമിച്ചുവെന്ന് CPIM കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ സസ്പെൻഷൻ. പിന്നീട് പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും രാജേന്ദ്രൻ വഴങ്ങിയില്ല. 24 ഇടുക്കി. കുട്ടനാട് സീറ്റിനെ ചൊല്ലി UDF-ൽ തർക്കം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് നേതൃത്വത്തെ സമീപിച്ചു. കുട്ടനാട്ടിൽ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്നും അനിൽ ബോസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിൽ UDF സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റെജി ചെറിയാൻ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇതാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത്. മുന്നണി ധാരണ പ്രകാരം ജോസഫ് വിഭാഗത്തിനാണ് സീറ്റെങ്കിലും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. കോൺഗ്രസ് വക്താവ് അനിൽ ബോസ് സീറ്റിൽ കണ്ണും നട്ടിരിക്കുകയാണ്. എനിക്കെന്താണേ കുഴപ്പം? 40 വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സ്കൂളിൽ യൂണിറ്റ് പ്രസിഡന്റായി തുടങ്ങി ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന, കഴിഞ്ഞ 10-11 വർഷമായി പാർട്ടി വക്താവായിരിക്കുന്ന എനിക്ക് മത്സരിച്ചാൽ എന്താ കുഴപ്പം? ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ അനിൽ ബോസ് രേഖാമൂലം കാര്യങ്ങൾ ധരിപ്പിച്ചു. 15-ന് ചേരുന്ന ഉഭയകക്ഷി ചർച്ചയിലും വിഷയം ഉന്നയിക്കും. സീറ്റ് ആർക്കും വിട്ടു നൽകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് വിഭാഗം. ഇതോടെ കുട്ടനാട് സീറ്റ് UDF-ൽ കീറാമുട്ടിയായി. 24 ആലപ്പുഴ. പാലക്കാട് മലമ്പുഴയിൽ സംസ്കൃത അധ്യാപകൻ അനിലിനെതിരെ കൂടുതൽ പരാതികൾ. അധ്യാപകനെതിരെ 10 വിദ്യാർത്ഥികൾ കൂടി മൊഴി നൽകി. പീഡന വിവരം മറച്ചുവെച്ച അധ്യാപകരെ അന്വേഷണ സംഘം പ്രതി ചേർക്കും. മൊഴി നൽകുന്ന വിദ്യാർത്ഥികൾക്ക് സുരക്ഷയൊരുക്കുമെന്ന് CWC ജില്ലാ ചെയർമാൻ M സേതുമാധവൻ ഉറപ്പു നൽകി. കേസ് അന്വേഷിക്കാൻ നിയോഗിച്ച വനിതാ പോലീസ് സംഘത്തിന് മുമ്പാകെയാണ് കുട്ടികളുടെ തുറന്നുപറച്ചിൽ. റിമാൻഡിൽ കഴിയുന്ന സംസ്കൃത അധ്യാപകൻ അനിൽ പലപ്പോഴായി പീഡിപ്പിച്ചു. നേരത്തെ 5 കുട്ടികളും സമാനമായി CWCക്ക് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് CWC പാലക്കാട് ജില്ലാ ചെയർമാൻ സേതുമാധവൻ 24-നോട് പറഞ്ഞു. ഇതേ അധ്യാപകനെതിരെ വളരെ ഗൗരവ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി. ഈ 5 കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഉടനടി അത് ഇന്നലെ തന്നെ പോലീസിന് കൈമാറുകയും പോലീസ് അതിലെ FIR ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുതുതായി മൊഴി നൽകിയ വിദ്യാർത്ഥികളെ CWCയുടെ കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. പീഡന വിവരം അറിഞ്ഞിട്ടും പോലീസിൽ അറിയിക്കാതിരുന്ന സ്കൂളിലെ അധ്യാപകരെയും കേസിൽ പ്രതി ചേർക്കും. 6 വർഷം മുമ്പാണ് പ്രതി സ്കൂളിലെത്തിയത്. അന്നു മുതലുള്ള ഇയാളുടെ പശ്ചാത്തലവും മലമ്പുഴ പോലീസ് അന്വേഷിച്ചു വരികയാണ്. 24 പാലക്കാട്. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ-പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ-സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മകരവിളക്ക് ദിനത്തിൽ ശബരിമലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ഹൈക്കോടതി. 35,000 പേർക്ക് മാത്രമാണ് പ്രവേശനം. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് ദർശനം. ഇന്ന് സന്നിധാനത്ത് ഭക്തജന തിരക്കിന് നേരിയ കുറവുണ്ട്. ഉച്ചയ്ക്ക് 1 മണിവരെ 40,000-ഓളം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ഈ മാസം 14-നാണ് മകരവിളക്ക്.
മലയാള ഭാഷാ ബില്ലിനെ കുറിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ട്വീറ്റ് അപകടകരമെന്ന് മന്ത്രി എം പി രാജേഷ്. മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നുവെന്ന പരാമർശം ശരിയല്ല. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാമെന്നാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ബിൽ അവതരിപ്പിച്ചത് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു. കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിനെ സംബന്ധിച്ച് കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ സിദ്ധരാമയ്യയുടെ ട്വീറ്റ് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അത് അടിസ്ഥാനരഹിതമാണ്, നിരുത്തരവാദപരമാണ്. അദ്ദേഹം അനാവശ്യമായിട്ടുള്ള വിവാദമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്നത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു ആരോപണമാണ്. കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ നിയമമാണിത്. ഇപ്പോൾ സംഘപരിവാർ രാജ്യത്താകെ കേരളത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ, വിദ്വേഷ പ്രചരണം നടത്തുന്നുണ്ട്. സമാനമായ നിലയിൽ കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിന് കോൺഗ്രസ് നേതാവ് കൂടിയായ സിദ്ധരാമയ്യ ഇപ്പോൾ നേതൃത്വം കൊടുക്കുകയാണ്, സംഘപരിവാറിൻ്റെ അതേ ശൈലിയിൽ. കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ അതിനകത്തും ഇന്ന് നേരത്തെ കേന്ദ്രം പറഞ്ഞ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ച് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. അതേസമയം മലയാള ഭാഷാ ബില്ലിനെതിരെ BJPയും രംഗത്തെത്തി. ഭാഷാ ന്യൂനപക്ഷമുള്ള കാസർകോട്ടെ സ്കൂളുകളിൽ മലയാളം നിർബന്ധിത ഭാഷയാക്കരുത് എന്ന് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് പറഞ്ഞു. ഞങ്ങൾ മലയാളത്തിനെതിരല്ല. ഞങ്ങൾ ഭൂരിപക്ഷ ഭാഷയായിട്ടുള്ള കേരളത്തിലെ മലയാളത്തിനെതിരല്ല. മലയാളം പഠിപ്പിക്കണം എന്ന് തന്നെ അഭിപ്രായമുള്ളത്. പക്ഷേ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിച്ചിട്ട് വേണം മലയാള ഭാഷ ഇവിടെ പഠിപ്പിക്കാൻ എന്ന നിലപാടാണ് BJPക്കുള്ളത്. അതിനെ രണ്ടും രണ്ടായിട്ട് കാണണം. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടിരുന്നുവെന്ന് തുറന്നു സമ്മതിച്ച് കൊച്ചി മേയർ VK മിനിമോൾ. തനിക്കായി പിതാക്കന്മാർ സംസാരിച്ചു. കൊച്ചിയിൽ നടന്ന കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലിയിലായിരുന്നു മേയറുടെ ഈ പരാമർശം. കൊച്ചി മേയർ പദവിയിൽ സഭാ സമ്മർദ്ദമുണ്ടായോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഒരു സഭയും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. എന്നോട് പറയണമല്ലേ, ഞാൻ ഈ ജില്ലക്കാരനല്ലേ, ഞാനിവിടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ DCC പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല, ഒരു സഭയും പറഞ്ഞില്ല. ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു ഈ 3 പേരുകളിൽ മേയർ സ്ഥാനം ലത്തീൻ സമുദായത്തിൽ നിന്ന് വേണമെന്ന ആവശ്യം ഉയർന്നതോടെ ചർച്ച VK മിനിമോളിലും ഷൈനി മാത്യുവിലും ഒതുങ്ങി. KPCCയുടെ മാനദണ്ഡം അട്ടിമറിക്കപ്പെട്ടുവെന്ന ദീപ്തിയുടെ പരാതി നേതൃത്വത്തിന് മുമ്പാകെ ഉള്ളപ്പോഴാണ് മേയർ പദവിക്കായി സഭ ഇടപെട്ടുവെന്ന VK മിനിമോളുടെ പരസ്യ പ്രതികരണം. എല്ലാ പിതാക്കന്മാരും ജോയ് പിതാവിന്റെ പിതാവിന്റെയൊക്കെ നേതൃത്വത്തിൽ എല്ലാ പിതാക്കന്മാരും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. സഭാ നേതാക്കൾക്ക് നന്ദി പറഞ്ഞ VK മിനിമോൾ സംഘടനാ ശക്തിയുടെ തെളിവാണിതെന്നും വ്യക്തമാക്കി. മേയറുടെ പ്രസ്താവനയിൽ തെറ്റില്ലെന്ന് KRLCC അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. സഭയിലുള്ളൊരു വ്യക്തി വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കൊച്ചി കോർപ്പറേഷനിലുള്ള 47 കൗൺസിലർമാരിൽ 18 പേർ ലത്തീൻ സഭാക്കാരാണ്. ടേം വ്യവസ്ഥയിൽ മേയർ സ്ഥാനം 2.5 വർഷത്തിന് ശേഷം ഷൈനി മാത്യുവിന് നൽകാനാണ് ധാരണ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.